പലസ്തീനികൾ കുറച്ചും കൂടെ നല്ല ഒരു ജീവിതം അർഹിക്കുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അവർക്ക് വേണ്ടി ടൗണുകളും സിറ്റികളും പാർക്കുവാൻ വേണ്ടി പണിതു കൊടുക്കാം. അവിടെ അവർ സുരക്ഷിതമായി താമസിച്ച് നല്ലൊരു ജീവിതം എൻജോയ് ചെയ്യട്ടെന്ന്. അപ്പോൾ ചിലർ തന്നോട് ചോദിച്ചു, അതായത് റിപ്പോർട്ടേഴ്സിൽ ചിലർ ട്രംപിനോട് ചോദിച്ചു, അപ്പോൾ അവർ കുറച്ചുനാൾ കഴിഞ്ഞ് മടങ്ങി വരുമോ? ട്രംപ് ചോദിച്ചത്, അവർക്ക്, അതായത് പലസ്തീനികൾക്ക് സുരക്ഷിതമായി മറ്റൊരു സ്ഥലത്ത് നല്ലൊരു ജീവിതമുള്ളപ്പോൾ എന്തുകൊണ്ടാണ് അവർ ഇവിടെ തന്നെ മടങ്ങി വരണം എന്ന് പറയുന്നത്? താൻ ആ പറഞ്ഞ ഒരൊറ്റ കാര്യം പലസ്തീൻ്റെ ആ വിഷയത്തെ എന്നേക്കും സെറ്റിൽ ചെയ്യുന്ന ഒരു കാര്യമല്ലേ? നിങ്ങൾ ചരിത്രത്തിലോട്ട് നോക്കി. ഇസ്രയേൽ എന്നാണോ ഗാസയിൽ നിന്ന് കംപ്ലീറ്റ് ആയിട്ടുള്ള രീതിയിൽ പിൻവാങ്ങിയത്, അന്ന് തൊട്ട് പലസ്തീനികൾക്ക് കഷ്ടതയാണ്. ഹമാസ് അവിടെ കൺട്രോൾ ഏറ്റെടുത്തു. പലസ്തീനികളും ഹമാസും ഇസ്രയേലിനെ അങ്ങോട്ട് ആക്രമിക്കും, പലസ്തീനികൾ തന്നെ മരിക്കും. പിന്നീട് പലസ്തീനികൾ റോക്കറ്റുകൾ ലോഞ്ച് ചെയ്യും, പലസ്തീനികൾ തന്നെ മരിക്കും. ഹമാസ് തന്നെ പലസ്തീനികളുടെ മരണത്തിന് വഴിയൊരുക്കുകയായിരുന്നു. കാരണം ഹമാസ് ഒരു രീതിയിലും പലസ്തീനികളെ പറ്റി യാതൊരുവിധ ചിന്തയോ അവരെ കെയർ ചെയ്യുകയോ ചെയ്തിട്ടില്ല. പിന്നീട് ആ കോൺഫറൻസിൽ നെതന്യാഹു പറഞ്ഞത്, താൻ ഈ ഒരു ഹോസ്റ്റേജ് ഡീൽ, ഈ ബന്ദികളെയൊക്കെ വിട്ടയക്കുന്ന ഈ ഒരു ഡീലിൻ്റെ ഫേസ് 2 താൻ ഒരുക്കമാണ്. പ്രൊവൈഡഡ് 3 ലക്ഷ്യങ്ങൾ സാധിക്കണം. 1, ഹോസ്റ്റേജുകൾ, അതായത് ബന്ദികളെല്ലാം തന്നെ തിരിച്ചു വരണം. പിന്നെ 2, ഗാസ ഇനി ഒരു രീതിയിലും ഒരു ഭീഷണിയായി ഇരിക്കുവാൻ പാടില്ല. പിന്നെ 3, ഹമാസ് ഇനിയും അധികാരത്തിൽ ഇരിക്കുവാൻ പാടില്ല. അവർക്ക് ആയുധങ്ങളോ മിലിറ്ററി കേപ്പബിലിറ്റിയോ ഒന്നും തന്നെ ഉണ്ടാകുവാൻ പാടില്ല. യുസി, ഈ ബന്ദികളെയെല്ലാം തിരിച്ച് ഇപ്പോൾ ലഭിച്ച ശേഷം വീണ്ടും ആ ഭീകരർ തന്നെ ആ ഗാസയെ ഭരിക്കുവാൻ വിടുന്നത്, അത് ഒരർത്ഥത്തിൽ വീണ്ടും അവർ മറ്റൊരു ഒക്ടോബർ 7 പ്ലാൻ ചെയ്യുന്നതിന് വേണ്ടി നാം അവരെ വിടുകയല്ലേ? അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു ഹോസ്റ്റേജ് ഡീൽ, ഇപ്പോൾ ബന്ദികളൊക്കെ വിട്ടയക്കുന്നത് മറ്റൊരു യാഥാർത്ഥ്യത്തിലേക്കാണ് ഇൻഡയറക്റ്റായിട്ട് വിരൽ ചൂണ്ടുന്നത്. ഒന്നുകിൽ ഹമാസ് കീഴടങ്ങും, അത് എന്തായാലും അവർ ചെയ്യാൻ പോകുന്നില്ല. അല്ല എങ്കിൽ ഈ 42 ദിവസത്തെ ഈ ഫേസ് 1 ശേഷം വീണ്ടും ഇസ്രയേൽ യുദ്ധത്തിലേക്ക് ഇറങ്ങും.